പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു വാട്സപ്പിൽ തന്നെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ വാട്സപ്പിൽ തന്നെ മറ്റൊരു അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ കൂടെ, നമ്മൾ എന്തായാലും 2 സിമ്മാണ് സാധാരണ ഉപയോഗിക്കുന്നത്, അതിലെ മറ്റൊരു സിമ്മിലെ നമ്പർ കൂടെ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ഈ അപ്ഡേറ്റ് വാട്സപ്പിൽ വന്ന സമയത്ത് ഞാനിത് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ വീണ്ടും ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ ഇടുന്ന വാട്സപ്പ് അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും വീഡിയോയുടെ കമന്റ് ബോക്സിലെല്ലാം ആൾക്കാർ വന്ന് ഒരു വാട്സപ്പിൽ തന്നെ നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള വീഡിയോ ചെയ്യണമെന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോയിട്ട് എന്റെ കൂട്ടുകാരുടെ ഫോണുകളിലെല്ലാം ഞാൻ നോക്കിയപ്പോൾ അവര് ഉപയോഗിക്കുന്നത് ഡുവൽ വാട്സപ്പും അതുപോയിട്ട് ബിസിനസ് വാട്സപ്പും ഒക്കെയാണ്. അപ്പോൾ ഈ വാട്സപ്പിന്റെ ഈ അപ്ഡേറ്റ് ആരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയൊന്നും നമ്മൾ സ്റ്റോറേജ് കളയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ മെയിൻ വാട്സപ്പിൽ തന്നെ 2 നമ്പർ ആഡ് ചെയ്യാം. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ വിശദമായിട്ട് പറയുന്നത്. നിങ്ങൾ അറിയാവുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. നിങ്ങളുടെ കൂട്ടുകാരിൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാലും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് പോവാം. അത് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ എന്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് തന്നെ അറിയാൻ സാധിക്കും, ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഇവിടെ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ വാട്സപ്പ് സാധാരണ ഫസ്റ്റില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് നമ്പർ കൊടുക്കുന്നത് അതേ രീതിയിലുള്ള ഓപ്ഷൻ ഇവിടെ വന്നത് കാണാൻ സാധിക്കും. ലാംഗ്വേജും കാര്യങ്ങളും എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം അടുത്ത പേജിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നമ്മൾ ഇവിടെ നമ്പർ കൊടുക്കുക. ഇപ്പോൾ ഞാൻ എന്റെ ഒരു വാട്സപ്പ് മെയിൻ നമ്പറിലുണ്ട്. ഇനി ഞാൻ ആ സിമ്മിലെ രണ്ടാമത്തെ സിമ്മിലെ നമ്പറാണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് വെരിഫൈഡ് ആയി. നമുക്ക് ഇവിടെ ഇതിനെ നെയിം കൊടുക്കാം. അത് പോയിട്ട് ഇവിടെ പ്രൊഫൈൽ നമുക്ക് ഇതുപോലെ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പ്രൊഫൈൽ കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ നമ്പർ ആഡ് ചെയ്യും പോലെ തന്നെയാണ് ഇതിൽ നമ്മൾ എല്ലാം കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ സെറ്റിംഗ്സിൽ നമുക്കിവിടെ താഴെ സ്വിച്ച് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ പുതുതായിട്ട് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ വാട്സപ്പ് ഇവിടെ ഉണ്ട്. അത് പോയിട്ട് ഞാൻ ഇപ്പോൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ പോവുകയാണ്. ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ മെസ്സേജ് ഇവിടെ വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ആ മെസ്സേജ് കാണാൻ സാധിക്കും. ഞാനൊരു പിക്ചർ അയക്കാൻ പോവുകയാണ്. സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് പച്ച കളറിൽ കാണാൻ സാധിക്കും മെസ്സേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ. നമുക്കത് ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ്ടോ പിക്ചറും ഹലോ എന്നുള്ളൊരു മെസ്സേജും എല്ലാം കാണാൻ സാധിക്കും. വളരെ എളുപ്പമാണ് കേട്ടോ. ഒരു വാട്സപ്പ് മാത്രം മതി 2 നമ്പർ 2 അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇതുപോലെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. എന്റെ ചോയ്സ്.